പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ കർക്കിടക മാസത്തിലെ മാസാചരണ രീതിയിൽ നമ്മൾ രാമായണ പാരായണം ചെയ്യുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തു പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ചിത്രം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. പലർക്കും സംശയം, നമ്മൾ ഏതൊക്കെ ഭാഗത്തിലൂടെയാണ് കടന്നു പോകേണ്ടത്, അതെങ്ങനെ വേണം എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ആദ്യമേ പറയാം, നമുക്ക് നിയതമായ ഒരു രീതി അങ്ങനെയില്ല. ഒരു ദിവസം കുറച്ച് കൂടുതൽ നമുക്ക് പാരായണം ചെയ്യാൻ കഴിഞ്ഞു, ചിലപ്പോൾ അടുത്ത ദിവസം അത്ര പറ്റിയില്ല, പിന്നെ അടുത്ത ദിവസം കുറച്ചുകൂടി കൂടുതൽ പാരായണം ചെയ്യാൻ പറ്റി, അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ യഥാർത്ഥമായിട്ട് എല്ലാത്തിനും സൗകര്യമുള്ള ഒരാൾക്ക് ഞാൻ ഇനി പറയുന്ന രീതിയിൽ പാരായണം ചെയ്തു പോയാൽ വളരെ ഗുണകരമായിരിക്കും. ഏതാണ്ട് 20 മുതൽ 25 മിനിറ്റ് നമുക്ക് ഡെയിലി പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 31 ദിവസം കൊണ്ട്, കർക്കിടകം 1 മുതൽ 31 ദിവസം കൊണ്ട് നമുക്കിത് കൃത്യമായ രീതിയിൽ അനായാസേന പൂർത്തീകരിക്കാൻ പറ്റും. എന്നാൽ ഇടയ്ക്ക് ഏതെങ്കിലും കാരണത്താൽ ഒന്ന് മുടങ്ങിപ്പോയാൽ ആ മുടങ്ങിയ ദിവസത്തതും കൂടി പിറ്റേ ദിവസം കൂട്ടിച്ചേർത്ത് പോകേണ്ടി വരും എന്നുള്ളതും ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ 31ാമത്തെ ദിവസം ഇത് കൃത്യമായ രീതിയിൽ പൂർത്തീകരണം സംഭവിക്കുള്ളൂ. അപ്പോൾ രാമായണ പാരായണം ചെയ്യുന്നതിൻ്റെ ചിട്ടകളൊക്കെ നമുക്കറിയാലോ. നമുക്ക് രാവിലെയും വൈകുന്നേരവും വേണമെങ്കിലും രാമായണം പാരായണം ചെയ്യാം. എങ്കിലും വൈകുന്നേരം പാരായണത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. രാമായണ സന്ധ്യ എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുളിച്ച് ശുദ്ധമായി വന്ന് നമ്മൾ വിളക്ക് കൊളുത്തി തെളിയിച്ച് ഉമ്മറത്തിരുന്നോ പൂജാമുറിയിലിരുന്നോ സ്വസ്ഥമായ ഒരിടത്തിരുന്നോ കിഴക്കോട്ട് നോക്കി നമുക്കിരുന്ന് രാമായണ പാരായണം ചെയ്യാം. പടിഞ്ഞാറ് ഭാഗത്തേക്കും വിധിയുണ്ട് പാരായണം ചെയ്യാൻ, എങ്കിലും കിഴക്കാണ് ഏറെ ഉത്തമം എന്ന് പറയുന്നു. പിന്നെ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ശുഭ്രവസ്ത്രങ്ങൾ, നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു പലകമേലോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള വസ്തുവിന് മേലോ ഇരുന്ന് നിലത്തിരുന്ന് പാരായണം ചെയ്യുന്നതാണ് ഏറെ ശുഭം. കഴിയാത്തവർക്ക് നിന്ന് പാരായണം ചെയ്യാം. കസേരയിലൊക്കെ ഇരുന്ന് പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് രാമായണ മാസാചരണത്തിൽ പറയുന്നില്ല, അതുകൊണ്ട് ഞാനും അത് സൂചിപ്പിക്കുന്നില്ല. മുന്നിൽ നിലവിളക്കുണ്ടാകണം എന്നുള്ളത്. വിളക്ക് പൂജ കൊടുത്തിട്ട് നമുക്ക് രാമായണം പാരായണം ചെയ്യാം. വിളക്കിൻ്റെ ചുവട്ടിലേക്ക് പൂക്കളർപ്പിച്ച് ഭഗവാനെ, ഗണപതിയെ തൊഴുക, രാമനെ തൊഴുക, ശ്രീകൃഷ്ണൻ, അങ്ങനെ എല്ലാവരെയും തൊഴുത് പ്രാർത്ഥിച്ചിട്ട് അനുഗ്രഹം തേടിയിട്ട് നമുക്ക് രാമായണ പാരായണം ആരംഭിക്കാം. സന്ധ്യയ്ക്ക് 6 മണി മുതൽ രാത്രി 8:30 വരെയുള്ള ഒരു സമയത്ത് നമുക്ക് കൃത്യമായി പാരായണം ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. 6 മണി മുതൽ 7 മണി വരെ ഉള്ള സമയത്ത് നമ്മൾ കൃത്യമായിട്ട് പാരായണം ചെയ്തു പോയാൽ ഞാൻ പറയുന്ന ഈ മുറയ്ക്ക് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും. പിന്നെ പരമാവധി അക്ഷരസ്ഫുടതയോടുകൂടി പാരായണം ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരും കൂടി കേൾക്കാനുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. ചിലപ്പോൾ എല്ലാവർക്കും അത് പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. എങ്കിലും ഈ പാരായണം ചെയ്യുന്ന കേട്ടിരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ആ സമയത്തൊക്കെ വീട്ടിൽ മൊബൈൽ ഫോണും TV ഒക്കെ ഒന്ന് വോളിയം താഴ്ത്തി കൊടുക്കുക, അതൊന്ന് ഓഫ് ചെയ്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ആ വീടിനെ ക്ഷേത്ര തുല്യമാക്കി മാറ്റുന്ന കാര്യമായിരിക്കും. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ ദിവസം എങ്ങനെ പ്ലാനിങ്ങോടുകൂടി ചെയ്തു പോയാൽ നിങ്ങൾക്ക് രാമായണ പാരായണം ഹൃദ്യമായ രീതിയിൽ ഭക്തിയോടുകൂടി പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് രാമായണത്തിൻ്റെ പാരായണ ക്രമത്തിലേക്ക് നോക്കാം. 1ാമത്തെ ദിവസം നമ്മൾ പാരായണം ചെയ്യേണ്ടത് രാമായണ മാഹാത്മ്യമാണ്. 2ാമത്തെ ദിവസം ശ്രീരാമ അവതാരമാണ്. 3ാമത്തെ ദിവസം വിശ്വാമിത്ര ആഗമനം, താടകാവധം, യാഗരക്ഷ ഇവയാണ്. 4ാമത്തെ ദിവസം അഹല്യാമോക്ഷം, സീതാസ്വയംവരം. ഇതാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. 5ാമത്തെ ദിവസം പരശുരാമ ദർശനം, അയോധ്യാവാസം ഇവയാണ്. 6ാമത്തെ ദിവസം അഭിഷേക വിഘ്നമാണ് പാരായണം ചെയ്യേണ്ടത്. 7ാമത്തെ ദിവസം ശ്രീരാമന്റെ വനയാത്രയാണ്. 8ാമത്തെ ദിവസം ഗുഹ സംഗമമാണ്. 9ാമത്തെ ദിവസം ചിത്രകൂട പ്രവേശവും ഭരത ആഗമനവുമാണ്. 10ാമത്തെ ദിവസം പാതുക പട്ടാഭിഷേകമാണ് പാരായണം ചെയ്യേണ്ടത്. 11ാമത്തെ ദിവസം ദണ്ഡകാരണ്യ പ്രവേശവും അഗസ്ത്യസ്തുതിയുമാണ് വേണ്ടത്. 12ാമത്തെ ദിവസം ജടായു സംഗമം, പഞ്ചവടി വാസം, ശൂർപ്പണ ആഗമനം
കൂടി ഈ ദിവസം ഉൾപ്പെടുത്തണം. 13ാമത്തെ ദിവസം സീതാ അപഹരണമാണ്. 14ാമത്തെ ദിവസം ജടായുമോക്ഷവും അഹല്യാസ്തുതിയുമാണ്. 14ാമത്തെ ദിവസം ജടായുമോക്ഷവും അഹല്യാമുക്തിയുമാണ്. 15ാമത്തെ ദിവസം ഹനുമത് സംഗമം, സുഗ്രീവ സഖ്യം, ബാലിവധം ഇവയാണ്. 16ാമത്തെ ദിവസം താരോപദേശം, സീതാ അന്വേഷണ ആരംഭം ഇവയാണ്. 17ാമത്തെ ദിവസം സ്വയംപ്രഭാചരിതം, സമുദ്രലംഘനം ഇവയാണ്. 18ാമത്തെ ദിവസം ലങ്കാദഹനമാണ് പാരായണം ചെയ്യേണ്ടത്. 19ാമത്തെ ദിവസം സമുദ്രതീരപ്രാപ്തിയാണ് പാരായണം ചെയ്യേണ്ടത്. 20ാം ദിവസം വിഭീഷണ ശരണാഗതിയാണ് പാരായണം ചെയ്യേണ്ടത്. 21ാമത്തെ ദിവസം രാമേശ്വര പ്രതിഷ്ഠയാണ് പാരായണം ചെയ്യേണ്ടത്. 22ാമത്തെ ദിവസം സേതുബന്ധനമാണ് പാരായണം ചെയ്യേണ്ടത്. 23ാമത്തെ ദിവസം ലങ്കാ വിവരണമാണ് പാരായണം ചെയ്യേണ്ടത്. 24ാമത്തെ ദിവസം യുദ്ധാരംഭമാണ് പാരായണം ചെയ്യേണ്ടത്. 25ാമത്തെ ദിവസം കുംഭകർണവധം, നാരദസ്തുതി ഇവയാണ് പാരായണം ചെയ്യേണ്ടത്. 26ാമത്തെ ദിവസം മേഘനാഥവധം, രാമരാവണ യുദ്ധമാണ് പാരായണം ചെയ്യേണ്ടത്. 27ാമത്തെ ദിവസം അഗസ്ത്യ ആഗമനം, ആദിത്യസ്തുതി ഇവയാണ് പാരായണം ചെയ്യേണ്ടത്. 28ാമത്തെ ദിവസം രാവണവധം, വിഭീഷണ പട്ടാഭിഷേകം ഇവയാണ് പാരായണം ചെയ്യേണ്ടത്. 29ാമത്തെ ദിവസം സീതാസ്വീകരണം, മടക്കയാത്ര, ഭരതസംഗമം ഇവയാണ് പാരായണം ചെയ്യേണ്ടത്. 30ാമത്തെ ദിവസം അയോധ്യാപ്രവേശം, പട്ടാഭിഷേകം ഇവയാണ്. തുടർന്ന് നമുക്ക് സമയം കിട്ടുന്ന മുറയ്ക്ക് ഉത്തര രാമായണവും കൂടി പാരായണം ചെയ്ത് പൂർത്തിയാക്കാവുന്നതാണ്. ഇപ്രകാരം നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ കർക്കിടക 31 കൊണ്ട് തന്നെ രാമായണം പൂർത്തീകരിക്കാൻ പറ്റും. ഇനി ഉത്തര രാമായണം വായിക്കണമെന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. അധ്യാത്മരാമായണം പൂർത്തീകരണം ഉണ്ടായാൽ മതി. ചിലപ്പോൾ ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മാറി തലേ ദിവസത്തെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് പാരായണം പൂർത്തീകരിക്കാവുന്നതാണ്. എന്തായാലും ശരി, ഇതിൽ ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ വരും. എന്തായാലും കർക്കിടകം 31 അന്ന് എങ്ങനെയായാലും രാമായണം പൂർത്തീകരിക്കാൻ ശ്രമിക്കണം. ഇനിയൊരു പക്ഷേ പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഒരു 31 തന്നെ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല, അങ്ങ് വലിയ വിഷമത്തിലേക്കൊന്നും പോയി പെടേണ്ടതില്ല. നിങ്ങൾ ശ്രമിക്കുക 31 പൂർത്തീകരിക്കാൻ. കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ കൊണ്ട് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് രാമായണ പാരായണത്തിൻ്റെ ആ ഒരു രീതി എന്ന് നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാക്കി. ഇതിന് പ്രകാരമെങ്കിലും നിങ്ങൾ ഒന്ന് പാലിച്ച് മുന്നോട്ട് പോയാൽ ഈ കൊല്ലം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് അധ്യാത്മരാമായണം ഭക്തിപുരസ്സരം പാരായണം ചെയ്ത് തീർക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. ഒരു മാസത്തേക്ക് അതിക്ക് പ്രകാരം ചെയ്യുന്നു. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ അഡ്മിൻ അത് നോട്ട് ചെയ്ത് തന്നെ ഏൽപ്പിക്കും. മാത്രമല്ല, നിങ്ങൾ ഈ ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ, റെക്കമെൻഡേഷനും നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ, ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദന മഠം. നമസ്തേ.